ഹായ്, നമ്മളിപ്പോൾ ഒരു സോഡ നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി പാപ്പച്ചൻ ചേട്ടൻ്റെ കടയിൽ വന്നതാണ് കേട്ടോ. ഇവിടുത്തെ നാരങ്ങ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പഴയ കാലത്തുള്ള ആ ഗോലി സോഡ ഉപയോഗിച്ചാണ് ഇവിടെ നാരങ്ങ വെള്ളം തയ്യാറാക്കുന്നത്. അതുമാത്രമല്ല, ഈ നാരങ്ങ വെള്ളത്തിന് പാപ്പച്ചൻ ചേട്ടൻ്റെ സ്പെഷ്യൽ കൂട്ടുമുണ്ട്. ഈ വട്ട് സോഡ ഉണ്ടാക്കുന്നതും ഈ കടയിൽ തന്നെയാണ്. അതെങ്ങനെയാണെന്നുള്ളത് പാപ്പച്ചൻ ചേട്ടൻ നമുക്ക് കാണിച്ചു തരും. ഇപ്പോൾ ഉണ്ടാക്കുന്നത് സോഡ നാരങ്ങകളാണ്. ആദ്യം ഒഴിക്കുന്നത് ഷുഗർ സിറപ്പാണ്, ഇഞ്ചിനീര്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ പാപ്പച്ചൻ ചേട്ടൻ്റെ സ്പെഷ്യൽ കൂട്ട്. കുറച്ച് കസ്കസ് ഇട്ടു, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടു. ഇത് പാപ്പച്ചൻ ചേട്ടൻ വീട്ടിലുണ്ടാക്കുന്ന ഐസാണ്. ഇതാണ് മെയിൻ താരം ഗോലി സോഡ. ഇപ്പോഴത്തെ കാലത്ത് ഈ ഒരു ഐറ്റം കാണാൻ തന്നെ ഇല്ല കേട്ടോ. ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗോലി സോഡ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ആണല്ലേ? ഇപ്പം കുപ്പി കിട്ടാനില്ല. ഞാൻ സപ്ലൈ എല്ലാം നിർത്തി ജോലിക്കാരെല്ലാം കായ്ക്കെല്ലാം പൊട്ടും. അങ്ങനെ പൊട്ടിയിട്ടുണ്ടോ? പിള്ളേർ കൊണ്ട് ചുമ്മാ പൊട്ടിച്ച് കളയും. കായ്ക്കുള്ള കിട്ടുന്ന ഇപ്പം നമ്മളിങ്ങനെ നേരെ വെക്കുകയല്ലേ, നേരെ വെച്ചാൽ ഭക്ഷണം കഴിക്കാറുണ്ട്. ഇത് നമ്മൾ ഒറ്റ കറക്ക് പോയി ഇതിനകത്തും ചെയ്യുന്നത്. അന്നേരം ഈ ഇങ്ങനെ കമിച്ച് വെച്ചിട്ട് കൂട്ടുക. ഇപ്പം ഇങ്ങനെ ഇരിക്കല്ലേ, അപ്പം കറങ്ങി കൊണ്ടുവരുമ്പോഴേ നമ്മളിങ്ങനെ ഒന്ന് കറക്കുമ്പോഴേ വട്ട് ഇവിടെ ഒന്ന് കിടക്കും. വട്ട് ഇവിടെ ഒന്ന് കിടക്കുക. അന്നേരം ഈ വട്ട് ഇവിടെ കിടന്ന് പ്രത്യേകം എടുത്ത് പറയാൻ കാരണമുണ്ട്. വട്ട് ഇങ്ങനെ വന്ന് ഈ ഭാഷ കിടക്കല്ലേ, ഗ്യാസ് കയറി നമ്മൾ ഗ്യാസ് കയറിക്കൊണ്ടിരിക്കുക. ഒറ്റ കറങ്ങി ഇങ്ങനെ കറങ്ങി വരുമ്പോൾ കലങ്ങി തരുമ്പോഴേ ഒറ്റ പൂട്ട. നമ്മൾ അകത്ത് കയറിയ കാർബൺ ഡയോക്സൈഡ് അതുകൊണ്ടല്ലോ പുറത്തേക്ക് തള്ളി. ആ തള്ളുന്നത് ഈ വട്ടുമായിട്ട് പ്രസ് ചെയ്യും. അങ്ങനെയൊക്കെ അടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പലർക്കും സംശയമാണ് എങ്ങനെ വട്ടുക. പിന്നെ നമ്മൾ തുറക്കാൻ പറ്റും. ഗ്യാസ് കയറി സൗണ്ട് കിട്ടും. അത് നമ്മൾ കൂട്ടി കഴിയുമ്പോൾ ആ വട്ട് ആ ഗ്യാസ് ആയാലും ഓഫ് ചെയ്യാം. നല്ലോണം പഠിച്ചോ. ഇപ്പം 3 കുപ്പി ഒരു സമയം വെക്കണമല്ലേ? സമയത്ത് വെച്ചാൽ ശരിയാവും. കറക്കുന്ന എന്തിനാ? ഈ കറക്കുന്ന ഗ്യാസ് വെള്ളത്തിൽ ലയിക്കാൻ വേണ്ടി. എത്ര സംഭവം ഉള്ളൂ? ഇത്രേ. ഇത് മറ്റേ കുപ്പിയിലിടുന്ന വാഷറാണോ? അതെ അതെ. ഇത് ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണോ? ഇത് നല്ല ശരിയായ കറണ്ടല്ലേ? അതെ. ഇത് നമ്മൾ ഇത് വെച്ച് ഈ വട്ടിങ്ങനെ കയറി പലതവണ ആകുമ്പം ഇത് ടെമ്പർ കുറയും. പിന്നെ വട്ട് പിടിക്കാതെ വരും. അപ്പം വട്ടിങ്ങനെ ഇരിക്കാതെ വന്നിട്ട് ലീക്കാവും. ഒരുപാട് ലീക്കാവും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ നമുക്കറിയാമല്ലോ മാറ്റി കൊടുക്കും. അപ്പോൾ ഇതാണ് നിഷ്കളങ്കമായ ചിരിയുടെ ഉടമ പാപ്പച്ചൻ ചേട്ടൻ. ഈ ഷോപ്പ് വരുന്നത് പാലാ ജനറൽ ആശുപത്രിയോട് ചേർന്നുള്ള ബസ് സ്റ്റോപ്പിൻ്റെ അടുത്താണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വഴി വരുമ്പോൾ ദാഹിക്കുകയാണെങ്കിൽ ഇവിടെ കയറി ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് പോവുക. പഴയ കാലത്തെ ആ വട്ട് സോഡയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന പാപ്പച്ചൻ ചേട്ടന് സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.